കേരളത്തിൻ്റെ വിധിയെഴുത്ത് എങ്ങനെയാകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഏജൻസികളുടെയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ദേശീയ ഏജൻസികളിൽ ശ്രദ്ധേയമായ ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് വരാനുള്ളത്. പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് തന്നെയാണ് അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ധാരാളമായി വരുമ്പോൾ മുന്നണികളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. എക്സിറ്റ് പോളുകളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അണികളിൽ നിന്നും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ ആ എക്സിറ്റ് പോൾ ഇങ്ങനെയായിരുന്നു, ഈ എക്സിറ്റ് പോൾ ഇങ്ങനെയായിരുന്നു, എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ. ഈ പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വരുമ്പോൾ ഒരു ഏജൻസിയെ നമ്മൾ പ്രത്യേകമായി തന്നെ പരിഗണിക്കണം. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും 2019 കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനും 2024 കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനും കൃത്യമായി പ്രവചിച്ച ഒരേ ഒരു ദേശീയ ഏജൻസി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതിലുമൊക്കെ പ്രവചനങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിലും ഈ 4 തെരഞ്ഞെടുപ്പുകളും സമീപകാലത്ത് നമ്മുടെ മുന്നിലുണ്ടായ 4 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ്, 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ്, ആ അസംബ്ലി തെരഞ്ഞെടുപ്പുകളടക്കം വളരെ കൃത്യമായി പ്രവചിച്ച, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുന്നണികളുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച ആക്സിസ് മൈ ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പ്രവചനത്തിന് അതുകൊണ്ട് തന്നെ പ്രാധാന്യമുണ്ട്. അവരുടെ കണക്കുകൂട്ടലുകൾ കേരളത്തിൻ്റെ കാര്യത്തിൽ തെറ്റിയിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടുമെന്ന് പ്രവചിച്ചത്, LDFന് ഒരു സീറ്റേ കിട്ടുകയുള്ളൂ എന്ന് പ്രവചിച്ചത് അവർ മാത്രമായിരുന്നു. UDFന് 17 മുതൽ 18 വരെ എന്ന് പ്രവചിച്ചത് അവർ മാത്രമായിരുന്നു. അപ്പോൾ കൃത്യമായ പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കണക്ക് 78 മുതൽ 90 വരെ സീറ്റ് UDF നേടാനുള്ള സാധ്യതയുണ്ട് എന്നത്, 49 മുതൽ 62 വരെ ആയിരിക്കും LDFൻ്റെ സീറ്റ് എണ്ണത്തിൻ്റെ റേഞ്ച് എന്നുള്ളത്. 0 മുതൽ 3 വരെ സീറ്റ്, അതായത് സീറ്റ് കിട്ടാനും 3 വരെ സീറ്റുകൾ നേടാനുമുള്ള സാധ്യത BJPക്ക് ഉണ്ട് എന്നുള്ള അവരുടെ പ്രവചനം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നന്നായി പരിശോധിക്കുന്നവർക്കൊക്കെ ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു നിഗമനമാണ് അത് എന്നുള്ളത് വ്യക്തമാകും. ആക്സിസ് മൈ ഇന്ത്യ കുറേ കൂടി ശാസ്ത്രീയമായി കണക്കുകൾ അപഗ്രഥിക്കുന്നവരാണ്. അവർ ഈ പ്രീപോൾ സർവേകളൊന്നും നടത്തുന്നവരല്ല, എക്സിറ്റ് പോളുകൾ മാത്രം നടത്തുന്നവരാണ്. എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ആക്സിസ് മൈ ഇന്ത്യക്കും പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചതിന് ശേഷം വമ്പൻ തിരിച്ചുവരവ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദേശീയ തെരഞ്ഞെടുപ്പ് അവർ പ്രവചിച്ചത് മൊത്തത്തിൽ രാജ്യത്തിൻ്റെ മൊത്തം സ്ഥിതിവിശേഷം തെറ്റായിരുന്നു. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ കൃത്യമായ പ്രവചനങ്ങളുമായി അവരുടെ തിരിച്ചുവരവ് നമ്മൾ കണ്ടു. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ഈ 4 തെരഞ്ഞെടുപ്പുകളും കൃത്യമായി തന്നെയാണ് അവർ പ്രവചിച്ചത്. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 104 സീറ്റുകൾ വരെ UDF LDF നേടും എന്നുള്ള പ്രവചനം അവർ നടത്തിയിരുന്നു. ഒരു വലിയ കുതിപ്പ്, അതായത് UDF LDFൻ്റെ ഒരു തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള സൂചന അവരാണ് നൽകിയിരുന്നത്. BJPക്ക് 0 മുതൽ 2 വരെ സീറ്റുകളാണ്, UDFന് 20 മുതൽ 36 വരെ സീറ്റുകളാണ്. അതിന് തൊട്ടപ്പുറത്താണ് വന്നു നിന്നത്. 2016 88 മുതൽ 101 വരെ സീറ്റ്, ആ റേഞ്ചിനകത്ത് കൃത്യമായി തന്നെ വന്നു. അന്ന് 38 മുതൽ 48 വരെ സീറ്റാണ് UDFന് അവർ പ്രവചിച്ചിരുന്നത്. BJPക്ക് 1 മുതൽ 7 വരെ. നോക്കൂ, അതിന് 2021 തെരഞ്ഞെടുപ്പിൽ 0 to 2 എന്ന് പറഞ്ഞിരുന്നു. അവിടെ കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. 2016 പക്ഷേ ഒരു സീറ്റ് അവർ നേടാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഒരു സീറ്റ് അവർ നേടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 17 മുതൽ 18 വരെ സീറ്റുകൾ UDFനും LDFന് 0 മുതൽ 1 വരെ സീറ്റും NDAക്ക് 1 മുതൽ 3 വരെ സീറ്റും എന്നുള്ളതാണ്. NDA വിജയത്തിനോട് അടുത്തെത്തിയ ചില സീറ്റുകളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. ആ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ 2019 അന്ന് അവർ വോട്ട് ശതമാനമാണ് പ്രവചിച്ചത്. 48% വോട്ട് UDFനും 36% വോട്ട് LDFനും. അന്നത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 47.26% വോട്ടാണ് അന്ന് UDF നേടിയത്. മറ്റവർ 35.83% വോട്ടും, അതും കറക്റ്റായി തന്നെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോഴത്തെ ഈ 78, 90, 49, 62, 0 മുതൽ 3 വരെ എന്നുള്ള കണക്കിന് നാം കാണേണ്ടത്. യഥാർത്ഥത്തിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ എക്സിറ്റ് പോളിൽ വളരെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ചില നിയമസഭാ മണ്ഡലങ്ങളിലെ ഫലങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പോലും ഉണ്ട്. അതേക്കുറിച്ച് നമുക്ക് വിശദമായി അടുത്തൊരു വീഡിയോയിൽ വരാം.
പലയിടങ്ങളിലും അപ്രതീക്ഷിതമായ വിധിയെഴുത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ഈ BJP പലതുമൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് എങ്കിലും BJPക്ക് അപ്രതീക്ഷിതമായ ഒരു സീറ്റിൽ വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതിലേക്ക് അവർ വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ വളരെ കൃത്യമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പിൾ സൈസൊക്കെ സാധാരണ ആക്സിസ് മൈ ഇന്ത്യ ചെയ്യുന്നത് പോലെ ഉള്ളത് തന്നെയാണ്. 24,000 ആളുകളെ മാത്രമാണ്, 24,419 ആളുകളെയാണ് കണ്ടത്. പക്ഷേ 70 സർവേ അംഗങ്ങളുണ്ടായിരുന്നു അവരുടെ ടീമിൽ. അവർ ദീർഘമായി യാത്ര ചെയ്ത്, അത് അവർ ആ കണക്കിനകത്ത് പറയുന്നുണ്ട്, 9,714 കിലോമീറ്റർ 8 ഇന്നോവ കാറുകളിലായി യാത്ര ചെയ്താണ് അവർ ഈ നിഗമനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ശേഖരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറെക്കുറെ ശാസ്ത്രീയമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലത്തെ നമ്മൾ ആ നിലയ്ക്ക് തന്നെ കാണുകയാണ്. ബാക്കിയുള്ളവരൊക്കെ UDFന് ഒരു എഡ്ജ് നൽകുമ്പോഴും ഈ 78-90 എന്ന റേഞ്ചിന് അടുത്തു നിൽക്കുന്നത്, ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നത് അത് ആക്സിസ് മൈ ഇന്ത്യ കേരളത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾ, 2 ദേശീയ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായും 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായും അവർ നടത്തിയ പ്രവചനങ്ങൾ അച്ചട്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും കേരളത്തിൻ്റെ പോളിംഗ് ട്രെൻഡുകൾക്കനുസരിച്ച് എന്താണ് ജനവിധിയുടെ സ്വഭാവം എന്ന ഞങ്ങളുടെ പോസ്റ്റ് പോൾ അനാലിസിസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും നമുക്ക് നേരത്തെയൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഇൻപുട്ടുകൾ തന്നുകൊണ്ടിരുന്ന നിഷ്പക്ഷരായ കുറേ ആളുകളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പോളിംഗ് ഡാറ്റയുടെ സമഗ്രമായ വിശകലനത്തിലൂടെ ദ ജേണോ എത്തിച്ചേർന്ന നിഗമനമാണ് അവതരിപ്പിക്കുന്നത്. ആ നിഗമനത്തിൽ കേരളത്തിലൊരു വലിയ തരംഗം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി ഉണ്ട് എന്നത് വ്യക്തമല്ല. പക്ഷേ UDFന് അനുകൂലമായ ഒരു ചെറിയ ട്രെൻഡ് കേരളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോളിംഗ് ഡാറ്റകളിൽ നിന്ന് വ്യക്തമാണ്. ചില മണ്ഡലങ്ങളിലെങ്കിലും, അതായത് LDF അവരുടെ സിറ്റിംഗ് MLA മാരെ കൊണ്ട് സുരക്ഷിതമാക്കാമെന്ന് കരുതിയിരുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് നമ്മുടെ പഠനത്തിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും തെക്കൻ ജില്ലകൾ LDFന് സുരക്ഷിതമാണ് എന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിലയിരുത്തലിനെ മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നർത്ഥം. പല സാമുദായിക ഘടകങ്ങളും സർക്കാരിനെതിരായിട്ടുള്ള ചെറിയ വികാരവുമൊക്കെ പല മേഖലകളിലും LDFന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തലിൽ വ്യക്തമാകുന്നത്. ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ UDF കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം കാഴ്ചവയ്ക്കും എന്നു തന്നെയാണ് ദ ജേണോയുടെ കണ്ടെത്തൽ.